കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ CPM പ്രവർത്തകർ KSU പ്രവർത്തകരെ ആക്രമിച്ചുവെന്ന ആരോപണം. കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഇവരെ ആശുപത്രിക്ക് അകത്തു കയറി മർദ്ദിച്ചുവെന്നാണ് പരാതി. സിദ്ദിഖിനെയും KM അഭിജിത്തിനെയും തടയുകയും ചെയ്തിരിക്കുകയാണ്. സാനിയോ മനോമി വിവരങ്ങൾ നൽകും. സാനിയോ, ഇതെന്താണ് ഇപ്പോൾ? ഇത് ആശുപത്രിക്ക് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അകത്തേക്ക് കയറിയും മർദ്ദിച്ചു എന്നാണോ? അങ്ങനെയെങ്കിൽ അവിടെ പോലീസ് തടഞ്ഞില്ല എന്നാണ്. പോലീസ് അവിടെ തടയാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. എന്താണ് ഇങ്ങനെയുള്ളൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ കാരണം? സ്മൃതി, അതായത് ഇന്നലെ നമ്മൾ കണ്ടതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അതിഭയങ്കരമായ സംഘർഷം ഉണ്ടാകുന്നത് കണ്ടിരുന്നു. അവിടെ നിന്ന് പരിക്കേറ്റ KSU പ്രവർത്തകരെയാണ് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നത്. മാറ്റിയെങ്കിലും രാത്രി പുലർച്ചെയൊക്കെ 2 മണിയോടുകൂടി CPM പ്രവർത്തകർ, അതായത് CPM ടൗൺ ഏരിയ സെക്രട്ടറിയുടെയും CPM ജില്ലാ നേതാക്കളുടെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തി ആശുപത്രിയിലേക്ക് ഉള്ളിലേക്ക് ഇരച്ചു കയറി ഇവരെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം എന്ന് പറയുന്നത്. കാഷ്വാലിറ്റിക്കുള്ളിൽ പോലും KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതേസമയം പുറത്ത് ACPയുടെ അടക്കം സംഘം ഉണ്ടായിരുന്നുവെങ്കിലും തടയാൻ ആരും ശ്രമിച്ചില്ല എന്നുള്ള ആരോപണവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അവിടെ ഈ പ്രവർത്തകരെ കാണാനെത്തിയ MLA T സിദ്ദീഖിനെയും അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാവ് KM അഭിജിത്തിനെയും അടക്കം പിന്നീട് തടയുന്ന സാഹചര്യവും ഉണ്ടായി എന്നും പറയുന്നു. അവിടെ ഒരു തരത്തിലും സുരക്ഷ കിട്ടില്ല എന്നുറപ്പായപ്പോൾ ഈ പ്രവർത്തകരെയും കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നുള്ള ഗുരുതരമായ ആരോപണവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതേസമയം CPM ഇതിന് മറുപടിയായി പറയുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് പരിക്കേറ്റ SFI പ്രവർത്തകരെയും അവിടെ കൊണ്ടുവന്നിരുന്നു. അവരെ കാണാനാണ് തങ്ങൾ എത്തിയത്. പിന്നീട് അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു എന്നാണ് CPMന്റെ ഒരു വേർഷനായി ഇതിന് വരുന്നത്. ഏതായാലും ആശുപത്രിക്ക് മുൻപിൽ നമുക്ക് ഉള്ളിലുള്ള ദൃശ്യങ്ങൾ ലഭ്യമല്ല. മുൻപിൽ നമുക്ക് കാണാനാവുന്നത് വലിയ സംഘർഷം ഉണ്ടാവുന്നത് തന്നെയാണ്. പോലീസ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ കോൺഗ്രസ് അപ്പോഴും ആരോപിക്കുന്നത് കാഷ്വാലിറ്റിക്കുള്ളിൽ കയറിയും ICUവിനുള്ളിൽ കയറിയും ഒക്കെ നടന്ന ആക്രമണം ഒരു തരത്തിലും പോലീസ് അതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. സ്മൃതി, ശരി, ഇപ്പോൾ വലിയ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. കോഴിക്കോട് പേരാമ്പ്രയൊക്കെ കേന്ദ്രീകരിച്ചൊരു സംഘർഷത്തിന്റെ സാഹചര്യം അവിടെ നിൽക്കുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സംഘർഷമാണ് വലിയ രീതിയിൽ അത് വലുതായിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇവരെ ആശുപത്രിക്ക് അകത്ത് കയറി KSU പ്രവർത്തകരെ ആശുപത്രിക്ക് അകത്ത് കയറി മർദ്ദിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. പുറത്ത് T സിദ്ദിഖിനെയും അഭിജിത്തിനെയും തടയുകയും ചെയ്തു. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ അടുത്ത ഘട്ടങ്ങളിൽ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം.